നമസ്കാരം, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2022 പ്രിലിമിനറി പരീക്ഷ എഴുതുവാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണിത്. 3 തരത്തിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർ, അതുപോലെ 2021 ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, തേർഡ് ഇയർ എക്സാം എഴുതാൻ വേണ്ടി ഇരിക്കുന്നവർ, സെക്കൻഡ് ഇയർ എക്സാം എഴുതാനിരിക്കുന്നവർ, ഈ 3 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അടുത്ത വർഷം എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഞാൻ ഫ്രഷേഴ്സിനെ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പലതരത്തിലുള്ള വീഡിയോസ് ഞങ്ങളുടെ ചാനലിലുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിൽ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ 10 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട് ഫുള്ളായിട്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഒപ്പം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ UPSCയുടെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 4 രീതിയിൽ ഇത് ആക്സസ് ചെയ്യാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ സിലബസിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട്. indiamagist.com കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രിലിംസും മെയിൻസും സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ upsc.gov.in എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അല്ലെങ്കിൽ UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ സിലബസ് ഒരു പോർഷൻ ഇല്ല. 2020 നോട്ടിഫിക്കേഷൻ നമുക്ക് അറ്റ് പ്രസൻറ്റ് ഡൗൺലോഡ് ചെയ്യാം. 21 വരുമ്പോൾ അത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നോക്കുക സിലബസിൻ്റെ പോർഷൻ. ഇനി രണ്ടാമത്തെ കാര്യം, UPSCയുടെ സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുന്നത് മനസ്സിലാക്കണം. അതിനുവേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക. അതും ഒഫീഷ്യൽ വെബ്സൈറ്റ് upsc.gov.in, അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് indiamagist.com. അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ എൻ്റെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ഞങ്ങൾ യൂട്യൂബിൽ ഒരു സീരീസ് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണുക. ഒരു 10-15 കൊല്ലത്തെ ക്വസ്റ്റ്യൻ എങ്കിലും ഒരു ഈ വരുന്ന മെയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ജൂണിന് മുമ്പായിട്ട് ചെയ്തു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അതെന്തായാലും സംഭവിക്കും. അപ്പോൾ അതിൽ ഓരോ എപ്പിസോഡിലും ഓരോ വിഷയം, ഇപ്പോൾ പൊളിറ്റി അല്ലെങ്കിൽ എക്കണോമിക്സ്, അങ്ങനെ ഓരോ വിഷയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാമെന്ന് അതിൽ പറയുന്നുണ്ട്. സോ യു ബെറ്റർ വാച്ച് ഇറ്റ്. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പഠിച്ചു തുടങ്ങാൻ വേണ്ടി ചെയ്യേണ്ടത് എപ്പോഴും ഒരു ബേസിക് ബിൽഡ് ചെയ്യുക. ഈ ബേസിക് ബിൽഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്റ്റാൻഡേർഡ് ബുക്ക് വാങ്ങിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അറിവ് ലഭിക്കും. ഫോർ എക്സാമ്പിൾ, ലക്ഷ്മികാന്തിൻ്റെ ഒരു പൊളിറ്റിയുടെ ബുക്ക് വായിക്കുന്നതിന് മുമ്പായിട്ട് NCERT ബുക്കുകൾ വായിച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിലെ ഓരോ ടേമും ഗവൺമെൻറ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡൈവേഴ്സിറ്റി പോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും മനസ്സിലാവും. അപ്പോൾ ഒരു ബ്രോഡർ ഐഡിയ കിട്ടുന്നതിന്, എസ്പെഷ്യലി എഡിറ്റോറിയലും മറ്റും വായിക്കുമ്പോൾ ഒരു ബ്രോഡർ ഐഡിയ കിട്ടുന്നതിന് NCERT ബുക്കുകൾ വായിക്കുന്നത് പരമപ്രധാനമാണ്. ഈ NCERT ബുക്കുകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ncert.nic.in എന്ന ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട്. അങ്ങനെയല്ല എങ്കിൽ indiamagist.com ഞങ്ങളൊരു ലേണിംഗ് 8 ഷെഡ്യൂളായിട്ട് തിരിച്ചിട്ട് ഓരോ സെഗ്മെൻറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഹിസ്റ്ററി സെപ്പറേറ്റ്, ജോഗ്രഫി സെപ്പറേറ്റ്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. 8 സ്കെഡ്യൂളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ ഒരു സ്കെഡ്യൂൾ കരസ്ഥമാക്കുക. ആ ഒരു സ്കെഡ്യൂൾ പറയുന്ന മാതിരി ഓരോ സ്കെഡ്യൂളും ഓരോ വീക്ക് 7 days പെർ സ്കെഡ്യൂൾ എന്ന രീതിയിൽ പഠിക്കുക. 8 വീക്ക്, അതായത് 2 മാസം കൊണ്ട് അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് നിങ്ങൾക്കത് പഠിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊരു പ്രൈമറി ടാസ്ക് ആയിട്ട് എടുത്ത് ഇന്ന് തന്നെ പഠനം തുടങ്ങാം. നാലാമത്തെ കാര്യം, സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിക്കുക. ഈ NCERT ബുക്കുകൾ മുഴുവൻ വായിച്ചിട്ട് സ്റ്റാൻഡേർഡ് ബുക്കുകൾ വായിക്കാനിരിക്കേണ്ട. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോഗ്രഫിയുടെ 6 മുതൽ 12 വരെ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ബുക്ക് വായിക്കാം. അപ്പോൾ അത് ഏതൊക്കെയാണ് ബുക്ക്, ആ ബുക്കുകൾ വാങ്ങിക്കാനുള്ള ആമസോൺ ലിങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ ഞങ്ങൾ തരാം. അഫ്കോഴ്സ് 1 by 1 നിങ്ങൾക്ക് ആ ബുക്ക് വായിക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡ് ബുക്കിൻ്റെ കാര്യമായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 കാര്യങ്ങൾ കഴിഞ്ഞു. സിലബസ്, ഓൾഡ് ക്വസ്റ്റ്യൻസ്, NCERT ബുക്ക്, സ്റ്റാൻഡേർഡ് ബുക്സ്. ഇനി അടുത്ത് വേണ്ടത് അസസ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ NCERT ആകട്ടെ സ്റ്റാൻഡേർഡ് ബുക്കുകളാകട്ടെ അത് അസസ്മെൻറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ 2022 ആയതുകൊണ്ട് 2022 വരുന്ന ഒരു ടെസ്റ്റ് സീരീസ് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2021 ഏകദേശം 55 ടെസ്റ്റുകൾ പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. 2022 അതിൻ്റെ എണ്ണം ഗ്രാജുവലായിട്ട് ഞങ്ങൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഇനി അല്ല അങ്ങനെ ഒരു കംപ്ലീറ്റ് ക്ലാസ് രൂപേണ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ NCERTയുടെയും അതുപോലെ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് ക്ലാസ്സുകളുള്ളൊരു പാക്കേജ് അവൈലബിൾ ആണ്. ഞങ്ങളതിനെ വിളിക്കുന്നത് പേഴ്സണൽ മെൻറ്റർ എക്സ്റ്റൻസീവ് പ്രോഗ്രാം എന്നാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. വളരെ ഹാസിൽ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഫീസൊക്കെ വളരെ കുറവാണ്, എക്കണോമിക്കാണ്. അങ്ങനെ പല തവണകളായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻസ്, നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അസസ്മെൻറ്റിൻ്റെ സൈഡിൽ യു ഷുഡ്
അറ്റ്ലീസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസിലെങ്കിലും ജോയിൻ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ബട്ട് നിങ്ങൾക്ക് സമയമുണ്ട്, 2022 ആയതുകൊണ്ട് നിങ്ങൾക്ക് സമയമുണ്ട്. ഒരു ജൂൺ റേഞ്ചിലൊക്കെ ആകുമ്പോൾ നിങ്ങളൊരു ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും പഠിക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ, ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അത് ശ്രദ്ധയിൽ വയ്ക്കുക. ആൻഡ് കംപ്ലീറ്റ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെന്റർ എക്സ്റ്റൻസീവിൽ തന്നെ ജോയിൻ ചെയ്യുക. ഒരു 20 മാസത്തോളമുള്ള പ്രിപ്പറേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പ്രാക്ടീസാണ്. ഈ റൈറ്റിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അതിൽ എഡിറ്റോറിയലും മറ്റും കാണുന്ന കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മെയിൻസിൻ്റെ ക്വസ്റ്റ്യനായിട്ട്. ഇപ്പോൾ GST കോമ്പൻസേഷൻ, അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റ്, സോഷ്യൽ ഡിവൈഡ്, ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഇതൊക്കെ ചോദ്യ രൂപേണയാക്കി അതൊന്ന് എഴുതി നോക്കുക, പ്രസൻറ്റ് ചെയ്ത് നോക്കുക. ഒരു 150 വേർഡ് അല്ലെങ്കിൽ 250 വേർഡിലൊക്കെ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. യു ഹാവ് ലോട്ട് ഓഫ് ടൈം, സോ ഡു സ്റ്റാർട്ട് ഫ്രം ടുഡേ ഇറ്റ് സെൽഫ്. മറക്കരുത്. അടുത്തൊരു കാര്യം വെച്ചാൽ, ഏഴാമത്തെ കാര്യം വെച്ചാൽ, ഒരു ഓപ്ഷണൽ വൈസായിട്ട് ചൂസ് ചെയ്യുക. കാര്യം 7 പേപ്പറുകൾ റാങ്കിൽ വരുന്നതിൽ 500 മാർക്കെന്ന് പറയുന്നത് ഒരു ഡിസിസീവാണ്. അവിടെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഓപ്ഷണൽ വളരെ വൈസായിട്ട് തന്നെ ചൂസ് ചെയ്യണം. ഏറ്റവും നന്നായിട്ട് കുറഞ്ഞ സമയത്ത് പഠിച്ച് ഏറ്റവും കൂടുതൽ റിവിഷൻ ചെയ്ത് ഏറ്റവും നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയം തന്നെ ചൂസ് ചെയ്യുക. ആരെങ്കിലും മലയാളം ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. മലയാളം ഓപ്ഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു കോഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. ദെൻ അഗെയിൻ അതിൻ്റെ കൂടെ ടെസ്റ്റ് സീരീസ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോക്ക് എക്സാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമാണ് ഓപ്ഷണലിൻ്റേത്. അപ്പോൾ ഓപ്ഷണൽ മലയാളം ആണെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. നെക്സ്റ്റ് ഇയറിലേക്ക് കൂടുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രം ചൂസ് ചെയ്യുക. ഡൈനമിക് സബ്ജക്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ഡൈനമിക് സബ്ജക്റ്റിലോട്ട് പോവുക. ഓപ്ഷണൽ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് വേറെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെർച്ച് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി എട്ടാമത് പറയാനുള്ളത് ന്യൂസ് അനാലിസിസ്, കറണ്ട് അഫേഴ്സ്. ഈ ന്യൂസ് അനാലിസിസിൻ്റെ കാര്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു നാഷണൽ ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കാം. നാഷണൽ ന്യൂസ് പേപ്പർ സ്ഥിരമായിട്ട് വായിക്കുക മീൻസ് നമ്മുടെ സിലബസുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങൾ ന്യൂസിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വായിക്കുക. അത് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്ക് ട്രാക്ക് ചെയ്യുക മീൻസ് നിങ്ങൾ RTI ആയിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് കാണുകയാണെന്നുണ്ടെങ്കിൽ 2005 ഏതാണ് RTI. അപ്പോൾ അതെന്താണെന്ന് പോയി പഠിക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എയിംസ് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ബാക്ക് ട്രാക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. ഒരു കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എഴുതി വെക്കണം. ഇപ്പോൾ ന്യൂസ് അനാലിസിസിൻ്റെ ഒരു വീഡിയോ സെഗ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റുഡൻസ് ഒള്ളി ആയിട്ട് മാറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പിന്നെ കറണ്ട് അഫേഴ്സിൻ്റെ വെബിനാർ ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ചില സമയത്ത് ചെയ്യാറുണ്ട്. അഫ്കോഴ്സ് കറണ്ട് അഫേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള ക്ലാസ്സുകളും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ അറ്റാച്ച്ഡ് ആണ്. റൈറ്റിംഗ് പ്രാക്ടീസിൻ്റെ ആയാലും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ അത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ റൈറ്റിംഗ് പ്രാക്ടീസ് പറഞ്ഞ കാര്യം, ന്യൂസ് റീഡിങ്ങിൻ്റെ കാര്യം, കറണ്ട് അഫേഴ്സും എല്ലാം തന്നെ ഒപ്പം കൊണ്ടുപോകേണ്ടതാണ്. അടുത്ത് 9ാമത് പറയാനുള്ളൊരു കാര്യം, ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഒരു സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. സ്ട്രാറ്റജി എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട, ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക, ഞങ്ങളത് തരാം. അപ്പോൾ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞ സമയത്തെങ്കിലും ഉള്ള ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്യുക. അങ്ങനെ ഒരു ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക പഠനത്തിൽ. ലാസ്റ്റ് തിങ്, റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളൊരു പെർട്ടിക്കുലർ ബുക്ക് പഠിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് റിവിഷന് പ്ലാൻ ചെയ്യണം. അങ്ങനെ പഠിച്ച് കളഞ്ഞിട്ട് പോകാനായിട്ട് ഇവിടെ പറ്റത്തില്ല. കൂടുതൽ അനാലിസിസ് ചെയ്യുക, ഇതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കുക, അതിൽ വർക്ക് ചെയ്യുക. ഞങ്ങളുടെ ലേണിംഗ് ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അതായത് ഞങ്ങളുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ ലേണിംഗ് ചാലഞ്ചസ് കൊടുക്കാറുണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കുറച്ച് ടോപ്പിക്കുകൾ മാത്രം, അല്ലെങ്കിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പോർഷൻ പഠിച്ച് തീർക്കാനായിട്ട് പറയാം. അപ്പോൾ അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ബട്ട് ചിലർക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, ആ ഒരു സമയത്തിൽ പഠിച്ച് തീർക്കാം. അപ്പോൾ അങ്ങനെയുള്ള ലേണിംഗ് ചലഞ്ചസ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ടാർഗറ്റ് ടൈമിൽ തന്നെ പഠിച്ചു തീർക്കാം. അപ്പോൾ 10 കാര്യങ്ങൾ പറഞ്ഞു. 2022 പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആൻഡ് അതോടൊപ്പം തന്നെ 2021 എഴുതി നോക്കാൻ താല്പര്യപ്പെടുന്നവർ ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ഓപ്പൺ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യാം. 55 ഫുൾ ടെസ്റ്റ്, അതായത് 5500 കൺസെപ്റ്റാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് പേപ്പർ 1 and 2. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അഖിൽ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.